ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ സമയം 6:11 ഞങ്ങൾ നെൽമ്പൂർ പാട്ടിന് പോവുകയാണ്. അപ്പോൾ അത് കാണിച്ചു തരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലാണ്, ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ ഒരുങ്ങളെ വീട് എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ നല്ല ഒച്ചുണ്ട്, അവിടെ ഒന്നും കേൾക്കൂല കേട്ടോ. നമ്മുടെ അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കട്ടോ ഗൈസ്. അവിടെ എന്താ തോന്നിയിട്ടുണ്ടോ? ബസ്സല്ല കാറ് പോലതാ അവിടെ കറങ്ങണം. അതിൽ നമ്മൾ കയറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കയറും എന്നിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഗൈസ്. നല്ല ഒച്ചയുണ്ട് ഇവിടെ. മറ്റേ എന്തായാലും ഒച്ച ഉണ്ടാവുമല്ലോ ഗൈസ്. അപ്പം നമുക്ക് നടന്നോക്കത്. അവിടെ വേറെ എന്താ ഊഞ്ഞാലും കൂടി ഉണ്ട്. നമുക്ക് അവിടെ പോയപ്പോൾ തിരക്കുണ്ട്, നല്ല തിരക്കുള്ള നല്ല വലിയത് കാണുന്നുണ്ട്, നല്ല വലുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്താ തോണി ഉണ്ട് കേട്ടോ. തോണി കാണിച്ചു തരാം. തോണിയാണ് കേട്ടോ കാണുന്നത്. ഇവിടെ അവിടെ ചെണ്ടത്തിൻ്റെ നമുക്ക് ഇവിടെ എങ്ങോട്ടാ പോവാം. നമ്മളിപ്പോൾ സോഡ കുടിക്കാൻ പോവാട്ടോ. നല്ല ഒച്ച. അവിടെ ഒച്ച ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒച്ചയിലേക്ക് ക്ഷമിക്കണം കേട്ടോ ഗൈസ്. ഇവിടെ കുറേ സോഡല്ല ഗൈസ്, നമുക്ക് അതാണ് വേണ്ടത്. അടുത്ത കടയിൽ ചെന്ന് നോക്കാം. എന്താ സോഡ കേട്ടോ ഗൈസ്. നല്ല സ്പീഡ് പോകും. ആൾക്കാർ ഒച്ച കരയണ ഒച്ചൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. നല്ല സ്പീഡായി തുടങ്ങുമ്പോൾ രണ്ടാമത്തെ ഒരു ഇത് തുടങ്ങണുള്ളൂ. അത് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. സരിക്കും തുടങ്ങണുള്ളൂ. നല്ല സ്പീഡ് തോന്നി വരുന്നുള്ളൂ കേട്ടോ. ഇത് ഇപ്പോഴത്തെ കൊല്ലങ്ങളായിട്ട് നടക്കുന്ന ഇതാണില്ലേ. എല്ലാ വർഷവും ഉണ്ടാവും. 2024, 2025 അങ്ങനെ പോണ കാർണിവലാണ്. എന്തോ ഹിന്ദുക്കളെന്തോ കാർണിവലാണ്. നെൽമ്പൂർ പാട്ട് എന്നാണ് പേര്. എല്ലാ വർഷവും ഉണ്ടാവും. എല്ലാ വർഷവും ജനുവരി 1 തൊട്ട് ജനുവരി 30 വരെ കാർണിവൽ ഉണ്ടാവും. പിന്നെ ഉണ്ടാവില്ല. പിന്നെ അടുത്ത വർഷം ജനുവരി 1 ഉണ്ടാവുള്ളൂ. നമുക്ക് ഇങ്ങനെ പോയേക്കാം. ഈ കളിക്കാൻ നമ്മളിങ്ങനെ കറക്കിട്ടിട്ട് ഈ സാധനം കിട്ടിയാലത് നമുക്ക് ഫ്രീ ആയിട്ട് നല്ല സ്പീഡിലാണ്. അവിടം വരെ അത് പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇത് കുറച്ച് കാണാം. അതവിടുത്തെ പോലെ അതേപോലെ അവിടെ നിന്നിട്ടോ ഗൈസ്. വേറെ കറങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ അവിടെ. ഇപ്പോൾ നടക്കുക ഇതിനെ കുറച്ച് നേരം ഉണ്ടായിട്ടുണ്ടാവും. നിൽക്കാൻ പോയിട്ട് അവിടെ ഇരിക്കാൻ പോയി എനിക്ക് പറ്റില്ല. അയാൾ സുഖമായിട്ട് ഇറങ്ങി. അപ്പോൾ അത് അവിടെ കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അവിടെ പക്ഷേ നിർത്തിയിട്ടൊക്കെയാണ് അവിടെ നിർത്തിയിട്ടൊക്കെയാണ്. ഇവിടെ പക്ഷെ നന്നായിട്ട് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടേ കറങ്ങുന്നുള്ളൂ. ഇവിടെ പിന്നെ കാണിക്കുന്നത് നമ്മളെ ഉണ്ടോ ഫുള്ള് കടയാണ്. നമ്മളെ ഒരു സാധനം റിങ് വേണ്ട അതിങ്ങനെ എറിയുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഒരു സാധനമൊക്കെ നമ്മളതിന് പൈസ കൊടുത്താൽ എന്നിട്ട് നമ്മൾ മേടിക്കും. ഒന്നുമില്ല. അതൊന്നും നിന്നിട്ടുണ്ട്. അടുത്ത ബാച്ച് കയറാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ ആ റിങ് ഇടാൻ പോവാം കേട്ടോ. അപ്പോൾ ഒരു 5 ഉറുപ്പിയാണ്. അപ്പോൾ റിങ് ഇടാൻ ഹോളിക്സ് ഒന്നും കിട്ടില്ല.
കിട്ടിയില്ല ഗൈസ്. വെറുതെ പോയി നമുക്ക് കിട്ടും സാധനം. നമുക്ക് കിട്ടും. നമുക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഒന്നും കിട്ടില്ല, ഒരു കുന്തം കിട്ടില്ല ഗൈസ്. വെറുതെ പൈസ പോയി. അതിനൊക്കെ ഒരു നാക്കുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയില്ല ഗൈസ്. വെറുതെ പോയി. അപ്പോൾ ഗൈസ് ഇവിടെ കൊച്ചവന്ന് ഇവിടെ കച്ചവടക്കാരാണ്, ഫുൾ കച്ചവടക്കാരാണ്. ഫുള്ളിതാ കളിപ്പാട്ട കടയാണ്, ഫുള്ള് കിച്ചൻസ് അങ്ങനത്തെ കളിപ്പാട്ട കടയാണ്. അപ്പോൾ നടക്കുക ഗൈസ്. ഫുള്ളാണ് ഫുള്ള്. ഇവിടെ അപ്പുറത്ത് കാർണിവൽ അടുത്തത്, അവിടെ കണ്ടത് അപ്പുറത്ത് കാർണിവൽ, ഇപ്പുറത്ത് ഫുള്ള് ഉണ്ട്. ഓർക്ക് വച്ചിട്ടുന്ന കാര്യമല്ലേ. അവിടെ മൈലാഞ്ചി ഇടണ, നമുക്ക് മൈലാഞ്ചി ഇടാൻ പറ്റും കിട്ടോ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ മെഹന്തി ഇടാൻ പോകട്ടോ. കയ്യിലിട്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഫുള്ള് കയ്യല്ല, ഇവിടുന്ന് ഇത്ര ഫുള്ള് ഇട്ടിട്ടുണ്ട്. ലങ്ങില കാണാൻ നമുക്ക് രസമാണ് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതാ ഫുള്ള് ഇട്ടിട്ടുണ്ട്, ഫുള്ള് കൈയിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി എന്തൊക്കെ ഉണ്ട്, ഒരു കീച്ചയും മേടിക്കണമെന്നുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ കീച്ച നോക്കി നടക്കണം. നമ്മൾ പേര് ചെയ്ത് കീച്ച ഉണ്ടാവില്ല, അപ്പോൾ അത് നോക്കാൻ നടക്കുക. നമുക്ക് കീച്ചയും പടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമ്മളെ പേര് ഇതിൽ മോതിരത്തിൽ അതാണ് നോക്കുന്നത്. കിട്ടുകയാണെങ്കിൽ മേടിക്കും ഗൈസ്. എനിക്ക് മൈലാഞ്ചി ഇടണ ഇഷ്ടമല്ല, ബട്ട് ഈ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമാണ്. നല്ല ഇതൊരു നാളേക്ക് വരെ ഉണ്ടാവും, പക്ഷേ 2 ദിവസം ലീവ് പോയില്ലെങ്കിൽ തിങ്കളാഴ്ച കുട്ടികളെ കാണാതെ കാണിക്കും. നിനക്ക് ഇങ്ങനെ ആക്കുമ്പോൾ കാണുമേ നിങ്ങൾ നെൽപുരി പാട്ടിന് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ത്രില്ലാണ് ഗൈസ്. അപ്പോൾ ആ ത്രില്ല് കിട്ടുമ്പോൾ ഒരു മനസ്സിലാണ് ഗൈസ്. ഞങ്ങൾക്കൊരു സോഡ കുടിക്കണം. അതിപ്പോൾ എവിടെയാണ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഞങ്ങൾ നോക്കിയെടുക്കുന്ന ചെടികളാണ്. കഴിഞ്ഞെല്ലാം വരെ ചെടികളുണ്ടെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് അല്ലാതെ ശരിക്കുള്ള ചെടികളുണ്ടാവില്ലേ, അതിങ്ങനെ ഫുള്ളായിട്ട് ഒരു പകുതി ഭാഗം ഫുള്ള് ചെടികൾ കൊണ്ട് ദിവസം അത് കാണാമല്ലോ. അപ്പോൾ ആ സമയത്ത് ഫുള്ള് ഷോസൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നല്ല സമയം ഞങ്ങൾ കയറിനെടുത്ത് അത് തപ്പി നടക്കുകയാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇവിടെ എന്തോ ചായക്കട എന്തോ ചായക്കടയുണ്ട്, എന്തൊക്കെ ഉണ്ട് ഒന്നും മനസ്സിലാവണില്ല. പുട്ടിൻ്റെ എന്തോ കടയൊക്കെ ഉണ്ട്. ഓ പേര് എഴുതിയിട്ട് ഇടാനുള്ളത് കേട്ടോ. നമ്മളെന്തോ കിട്ടും ബോച്ചേൻ്റെ ഇതാണ്. ബോച്ചെ കമ്പനിയാണ്, ബോച്ച കമ്പനി. ഒരതിന് പോയിട്ടുണ്ട്. എല്ലാവരും നോക്കാം. ഡിസ്ക്രിപ്ഷനാണ്, പക്ഷേ ജലദോഷമാണ് ഐസ് തിന്നാൻ പറ്റില്ല ഐസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് പാനിപ്പൂരി തിന്നാൻ പോവാണ്. എന്തുവരെ തിന്നോക്കിയില്ല. അപ്പോൾ അവർ എടുക്കുന്നുണ്ട്, അപ്പോൾ തിന്നോക്കിയിട്ട് കാണാം. അപ്പം വരട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് പാനിപ്പൂരി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിട്ടുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. എങ്ങനെ പൊക്കാനോ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ നല്ല ഇതുണ്ട് കഴിച്ചു. മുളക് അടിച്ചു. നല്ല ഇരുണ്ട്. നമുക്ക് അവിടെ പോയൊക്കെ ഗൈസ് നല്ല എരിവുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നാൽ ഞാൻ പറഞ്ഞ കീച്ചൻ വാങ്ങണം. അപ്പോൾ ആ കീച്ചൻ ആ സൈഡിലൊക്കെ കണ്ടപ്പോൾ അവിടെ പോയി നോക്കാം നമുക്ക്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം ഗൈസ്. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ആരെങ്കിലും പായസം ബോളിയും കൂടി തിന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ തിന്നില്ല. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തിന്നട്ടെ. നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് കീച്ചയിൽ പേര് എഴുതാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വന്നിരിക്കട്ടോ. അപ്പോൾ ഒരു കട നല്ല ഭംഗിയുള്ള കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് വേണം, എനിക്കൊരു പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്താണ് കിട്ടുന്നത് അത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ കാര്യമായിട്ട് ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. ഇപ്പോൾ നോക്കാട്ടോ, നോക്കിയിട്ട് കണ്ടിട്ട് നോക്കാം നമുക്ക്. ഗൈസ് നല്ല കമ്മൽ നല്ല വൃത്തിയുള്ള കമ്മലൊക്കെ ഉണ്ട് ഗൈസ്. എന്താ അപ്പോൾ ക്ലിപ്പ് വെച്ചോളി വീഡിയോ കാണുന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത്. സർപ്രൈസ് ആണല്ലോ, അപ്പോൾ ഇത് കണ്ടാൽ അതിൻ്റെ സുഖമില്ലല്ലോ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എത്ര പരിപാടി ഉള്ളൂ. ഇവിടെ ഇന്ന് നാടകമാണ്, അതുകൊണ്ടാണ് വലിയ കാലമായിട്ടൊരു പ്രോഗ്രാം ഇല്ലാത്തത്.
നടത്തുന്നത്. അപ്പോൾ ഫുള്ള് എന്താ നടത്തും തന്നെ ഉള്ളൂ അല്ലേ. പൈസ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ല ഒരു സാധനത്തിൽ കയറുന്നുണ്ട്, അതിൽ കയറി എന്തൊക്കെയോ ആവോ. ഗൈസ് കറങ്ങുമ്പോൾ വീട് വെക്കാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ പറ്റിയ പിന്നെ പ്രശ്നം തീർന്നില്ല. അപ്പോൾ കറങ്ങി കഴിഞ്ഞിട്ടുള്ള വ്യൂ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഗൈസ്. ഞാൻ എന്താ ഒന്നും എനിക്കറിയില്ല, ഫസ്റ്റ് ടൈം അല്ല സെക്കൻഡ് ടൈം ആട്ടോ കയറുന്നത്. എനിക്കറിയാം അതിനെക്കുറിച്ച് എന്തൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ കറങ്ങുമ്പോൾ വീട് വെക്കുമ്പോൾ നല്ല സ്പീഡിൽ കറങ്ങും, ഫോണൊക്കെ തെറിച്ചോളും. അതുകൊണ്ട് തന്നെ കറങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ വീട് എടുക്കില്ല, ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. കറങ്ങാനായിട്ടില്ല, കറങ്ങാൻ തുടങ്ങും, നല്ല പിക്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ ലാസ്റ്റ്. അപ്പോൾ ഇതുവരെ എടുക്കാൻ തുടങ്ങിയില്ല, എടുക്കാൻ തുടങ്ങുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് സെറ്റായിരുന്നു അമ്മ, ഫുള്ള് തലൊക്കെ കറങ്ങി. ഫസ്റ്റൊക്കെ ഒന്ന് തലറിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നല്ല എന്തായാലും മസ്റ്റായി സാധനം കേട്ടോ. ഫുള്ള് കറങ്ങി, ആ തുടങ്ങിയപ്പെട്ടൊരു ചിരിയാണ്, ചിരി അടക്കാൻ പറ്റാതെ ഫുള്ള് ചിരിൻ്റെ അപ്പോൾ സെറ്റാണ്. ഫസ്റ്റ് ഒന്ന് ഛർദ്ദിക്കാൻ വന്നെങ്കിലും പിന്നെ സെറ്റായി, പിന്നെ അടിപൊളിയായിരുന്നു. നമുക്ക് യന്ത്രൂഞ്ഞാലി കയറുന്നില്ല കേട്ടോ, അതിനും കൂടി സായ പിന്നെ ഗോവിന്ദ. അപ്പോൾ നമ്മൾ മരണക്കിണറിൽ കയറുന്നിടാൻ പറഞ്ഞത്, കയറിയിട്ട് കാണിച്ചു തരാം, നോക്കാം നമുക്ക്. പിന്നെ കഴിച്ച് നമ്മൾ പേരെഴുതി കീച്ചേണു ഉണങ്ങാൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ആ പേരെഴുതി കീച്ചേൻ കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള അഭിനയമാണ് പേര്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തെറ്റേക്ക് നമുക്ക് ഞാൻ അങ്ങനെ നേരെ മരണക്കിണറിക്കാൻ പോകാം, നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് ഒന്നും കേൾക്കൂല, അവിടെ നമ്മൾ കയറാൻ പോകാം, സ്റ്റെപ്പ് കയറാൻ പോകണം. അവിടെ ഒരു ഗാലറി ഉണ്ട്, സിറ്റിംഗ് ഗാലറി, അവിടെ പോയിട്ട് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ കാറൊക്കെ നിർത്തിയിട്ടുണ്ട്, അവിടെ തുടങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ.
പക്ഷെ ഇത് ഇങ്ങനെ ഒരു ചെയ്തു നിൽക്കുന്ന ഒരു പിടി സെറ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിലമ്പൂർ പാട്ടിൽ എല്ലാവരും വന്നാൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.